എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MQVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ്, അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാർക്കറ്റ് 74.40 ആണ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ ന്യൂട്രലായിരുന്നെങ്കിൽ ഓപ്പൺ ചെയ്ത് പോകേണ്ട കേസായിരുന്നു. പക്ഷേ എന്തോ ഇന്നലെ വൈകിട്ടത്തെ എനിക്ക് തോന്നുന്നത് 3 മണിയുടെ ലൈവ് ട്രേഡിങ്ങിൻ്റെ ടൈമിൽ ഞാൻ ഒരാളോട് ഹോൾഡ് ചെയ്ത് വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ 75 പോയിന്റ് കിട്ടിയേനെ. ഏകദേശം ഒരു ഹോൾഡിംഗ് സിസ്റ്റമാണ് ഇന്നലെ പറഞ്ഞത് വൈകിട്ട്. അത് പോട്ടെ. അപ്പോൾ മാർക്കറ്റ് 23,207 നിൽക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ലെവലുകൾ ആദ്യം ഒന്ന് നോക്കാം. മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 23,237 മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ അതൊരു ബ്രേക്ക് ഔട്ടാണ്. എങ്കിലും അത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ 23,344 മുകളിലേക്ക് പോകണം. 23,344 മുകളിലേക്ക് നമുക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാപ്പ് ഫില്ലിങ്ങോ അല്ലെങ്കിൽ 23,428 ആ ഒരു ഭാഗം. അവിടെ രണ്ട് എന്താ പറയണ്ടേ, രണ്ട് ലെവലുകളുണ്ട്. ഒന്ന് 23,406, ഒന്ന് 23,428. ഈ സ്പേസാണ് നമുക്ക് അപ്പർ സൈഡിലേക്ക് പ്രോഫിറ്റ് എടുക്കാനായിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ഇനി നമുക്ക് 75 പോയിൻ്റ് എവിടെ വരും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 23,207 പ്ലസ് 74, അപ്പോൾ 75 റൗണ്ട് ചെയ്ത് കൂട്ടാം. 23,282. 23,282 എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. 23,282 എന്ന് പറയുമ്പോൾ നമുക്കൊരു സോൺ വരച്ചിടാം. ഏകദേശമാണ് സോൺ, അത്ര അക്യുറസി ആയിട്ടൊന്നും കാണേണ്ടതായിട്ടില്ല. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ഡേക്ക് മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനാണ് പൊതുവെ വരാറ്. അപ്പോൾ ഈ ബോക്സിന് താഴത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം, ആ ബോക്സിൻ്റെ ഹയർ ലെവൽ എന്ന് പറയുന്നത് 23,296, ലോവർ ലെവൽ 23,268. അതിൻ്റെ താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയോ ഡൗൺ ആവുകയോ ചെയ്താൽ മാത്രം നമ്മൾ താഴത്ത് ഗ്യാപ്പ് ഫില്ലിങ് പ്രതീക്ഷിച്ചാൽ മതി. അല്ലാത്ത പക്ഷം നമുക്ക് രണ്ട് ടാർഗറ്റേ ഉള്ളൂ. ആദ്യത്തെ ടാർഗറ്റ് 23,327, 23,344, അത് കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്. അപ്പോൾ ഡൗണിലേക്കാണെങ്കിൽ ഈ ബോക്സിന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ്. കാരണം ഇവിടെ പ്രീവിയസ് ഡേയുടെ ഹൈയിൽ വന്ന് മാർക്കറ്റ് റിജക്റ്റ് ആയിട്ട് തിരിച്ചു പോകാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബോക്സിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് ഡൗൺ ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ ഡൗണ് 23,203 23,176 അങ്ങോട്ടോ ഫാൾ ആവാനായിട്ടുള്ള ചാൻസ് ആണ് നിലവിൽ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വ്യൂ നമ്മുടെ ഇതാണ്. ഇതനുസരിച്ചിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രൈക്ക് വന്നിട്ട് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ്.
23,200 സി ആണ് എടുത്തിരിക്കണേ. പി വന്നിട്ട് 23,500 പി ആണ്. അപ്പോൾ അതെ, അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഏതാണ് സപ്പോർട്ട് എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കി വെക്കാനുള്ളത്. മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 235, 245 ലെവലിലേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 245 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. 245 സ്ട്രോങ് സപ്പോർട്ട്. അവിടെ നിന്ന് ഡൗൺ ആയി 235 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഈ സിയുടെ സ്ട്രൈക്ക് ഡൗൺ ആവത്തുള്ളൂ. അല്ലാത്ത പക്ഷം അത് മൂവ്മെൻറ്റ് ഇപ്പോൾ ഡബിൾ ക്രോസ് ഓവറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അല്ലാത്ത പക്ഷം അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 275 ആണ്. അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സിയുടെ. അതുക്കും മേലോട്ട് മാർക്കറ്റ് പോയാൽ മാത്രമാണ് പിന്നെ 345 ആ ഗ്യാപ്പ് ഫില്ലിങ്ങിനൊക്കെ ആയിട്ട് മാർക്കറ്റ് പോകേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നേരെ മറിച്ച് പിയുടെ ലെവലുകൾ മാർക്കറ്റ് ഇപ്പോൾ സപ്പോർട്ട് എടുക്കാനായിട്ട് പോണത് തന്നെ ചിലപ്പോൾ 330 താഴത്തോട്ടാണ് പി ഡൗൺ ആവാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 285, 240, 217 ആണ്. ഇവിടെ എവിടെ ഈ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് റിവേഴ്സ് ആയാൽ മാത്രമാണ് മാർക്കറ്റ് പിയിലേക്കുള്ള മൂവ്മെൻറ്റ് വരുള്ളൂ. അപ്പോൾ എന്തായാലും 230 താഴത്തായിരിക്കും പി ഓപ്പൺ ചെയ്യാനായിട്ട് പോണേ. പിന്നെ ആ സമയത്ത് RSIയുടെ കർവൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് സ്ട്രൈക്ക് മാറ്റി മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ സിയുടെ ലെവലുകൾ വെച്ചിട്ടുള്ള മൂവ്മെൻറ്റ്. സ്റ്റിൽ ഒരു ക്രോസ് ഓവർ സിയിൽ വന്നിട്ടുണ്ട്. ആ ക്രോസ് ഓവർ എഗെയിൻ മുകളിലോട്ട് പോകണം. അതിനുശേഷം വീണ്ടും താഴത്തോട്ട് വന്നിട്ട് വീണ്ടും ക്രോസ് ഓവർ ആകുമ്പോഴാണ് നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ മൂവ്മെൻറ്റ് 245 മുകളിൽ കൺസോൾട്ടേഷൻ ആയിട്ട് തന്നെ നിൽക്കുവാണെങ്കിൽ മാർക്കറ്റ് ഡൗണിലേക്ക് പോരും. ആ ഹൈ വോളിയത്തിൽ പോയാൽ മാത്രമാണ് 272 പോരുള്ളൂ. അപ്പോൾ 235 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. 9:14 ഇപ്പോൾ പിയുടെ സ്ട്രൈക്ക് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 345 എന്ന് പറയുമ്പോൾ നല്ല ഒരു ലെവലിലേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 342, 275 നോക്കാം. ബാക്കി നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. സമയം 9:14 ആയിട്ടുണ്ട്. അതെ 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 ഇപ്പം നമ്മൾ സ്റ്റിൽ സി 235 വളരെ സ്ട്രോങ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. RSI സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കണമെങ്കിലും 235 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താവും, ഈ ഒരു കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് ഫാളാവും. 245 മുകളിൽ പോയാൽ മാത്രം നമ്മൾ സീനെ പറ്റി ആലോചിച്ചാൽ മതി. അപ്പം നമ്മൾ കുറച്ചും കൂടെ ചെറിയ 330 സ്ട്രൈക്ക് വളരെ സ്ട്രോങ് ആണ്. അവിടെ പിയുടെ ഗ്യാപ്പ് ഫില്ലിങ് ഓൾറെഡി നടന്നിട്ടുണ്ട്. പക്ഷേ 350 മുകളിലോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് പി കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തിരി റേറ്റ് കുറഞ്ഞ സ്ട്രൈക്ക് നോക്കാം. 23,300 പി നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. 23,300 പി നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. 230 മുകളിലോട്ട് പോയാൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. പിയിൽ മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമ്മൾ ഇൻഡെക്സിൽ റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചു വെച്ചിട്ടുണ്ട്. ആ ബോക്സിൻ്റെ താഴെയാണ് മാർക്കറ്റ് കൺസോളിഡേഷൻ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ രാവിലെ നമുക്ക് വലിയ സാധാരണ എടുക്കുന്ന പോലെ ധൃതി പിടിച്ചിട്ട് ട്രേഡൊന്നും എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 235 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം 242 ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് 250ലേക്കുള്ളൊരു മൂവ് കിട്ടത്തുള്ളൂ. ഇവിടെ ഗ്യാപ്പ് ഫില്ലിങ് ഓൾറെഡി നടന്നിട്ടുണ്ട്. 235 മുകളിലോട്ട് പോയാൽ മാത്രമാണ് 250ലേക്കുള്ള മൂവ്മെൻറ്റ് സിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 225 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് സി ഫാളായാൽ 217ലേക്ക് ഫാളാവും. ആ മൂവ്മെൻറ്റ് നമുക്ക് പിയിൽ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ഞാൻ എന്തായാലും താൽക്കാലികമായിട്ടൊരു റിസ്കി പ്ലേ ആണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അതായത് പിയിൽ ഇപ്പം എൻ്റെ ബൈ വരുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
അടുത്ത ക്യാനിലൊന്ന് ഞാൻ ബൈയിൽ 230 SMA ഒരു റിവേഴ്സ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 205 എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബേസിനെ കണക്കൂട്ടിയിട്ടാണ് ഞാൻ അവിടെ ഒരു എൻട്രി പാസ്സാക്കിയത്. അത് ഞാൻ അങ്ങനെ ആവറേജിങ്ങിനൊന്നും അങ്ങനെ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രം. ഇത് തിരിച്ചു വലിഞ്ഞ് നേരെ 230 SMA മുട്ടിക്കഴിഞ്ഞാൽ 220 10-15 പോയിന്റ് കിട്ടും. അപ്പോൾ അത് കിട്ടണമെങ്കിൽ കിട്ടട്ടെ. 205 എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് ഞാൻ വെച്ചിരിക്കണേ. ഇത്തിരി റിസ്കി ആയിട്ടുള്ളൊരു എൻട്രി ആണ് ഞാൻ പാസ്സാക്കി വെച്ചിരിക്കുന്നത്. കാരണം നിലവിൽ പിയുടെ ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ചിലപ്പോൾ തിരിച്ചൊരു വലിവ് മേളിലോട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് 230 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു റിസ്കി ആയിട്ടുള്ള നെക്സ്റ്റ് വീക്ക് ആയതുകൊണ്ടാണ് പിന്നെ ഞാനതെടുത്ത് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ റീസൺ. ഇരുന്നൂറ്റി 235 മുകളിലോട്ട് പോവാതെ ഒരു കാരണവശാലും നമുക്ക് സീല് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. സീല് വരും, മൂവ്മെൻ്റ് ഒക്കെ വരും. കാരണം 250 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് ഉണ്ട് ഓൾറെഡി. സീല് 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡിലാണ് നിൽക്കുന്നത്. ഹയർ ടൈം ഫ്രെയിമിൽ കംപ്ലീറ്റ് അപ്പർ സൈഡാണ്, സി സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പക്ഷെ അത് പിയുടെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് കണ്ടിങ്ങോ ചെറിയൊരു മൂവ്മെൻറ്റോ കഴിഞ്ഞിട്ടേ വരും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ പി എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ സ്റ്റോപ്പ് ലോസ് 205 തന്നെ ഞാൻ കീപ്പ് ചെയ്യും. കൂടുതൽ പോയിൻ്റ് ഒന്നും ഉദ്ദേശിക്കുന്നില്ല, ഒരു 10 പോയിൻ്റ് മാത്രമേ പിയിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അവിടെ റിസ്ക് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആവറേജിങ്ങിനൊന്നും കോൺസെൻട്രേഷൻ ചെയ്യാൻ പോകുന്നില്ല. 205 വരികയാണെങ്കിൽ 10 പോയിൻ്റ് 10-15 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്, അത്രേ ഉള്ളൂ. കാരണം ഇവിടെ SMA അല്ലെങ്കിൽ 217 സി വന്ന് ഇങ്ങോട്ട് മുട്ടുമ്പോൾ ഇവിടെ 200 രൂപയെങ്കിൽ 200 രൂപ, 500 രൂപയെങ്കിൽ 500 രൂപ, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. SMA ജസ്റ്റ് ഒന്ന് മുട്ടി സി, പക്ഷേ അത്രയും മൂവ്മെൻറ്റ് സ്ട്രൈക്കിൽ കിട്ടിയിട്ടില്ല. 217 കൺസോൾട്ടേഷൻ സോണിലേക്ക് സി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിയിൽ 230 234 വരെ കിട്ടും. അതുകൊണ്ടാണ് റിസ്കി ആയിട്ടാണെങ്കിൽ ഞാനൊരു ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്തതിൻ്റെ റീസൺ. അപ്പം 592 600 ലെവലിലേക്കാണ്, അവിടം വരെ എത്തി. അത് ഞാൻ ആ ഒരു 228 മുട്ടുമ്പോൾ ഇറങ്ങാം എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. ശരിക്കും അത് 2 ലോട്ട് എടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചാൽ മതിയായിരുന്നെങ്കിലും നമുക്കൊന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ SMA ടച്ച് ചെയ്യാനായിട്ടാണ് മാർക്കറ്റ് സിയിൽ നിൽക്കുന്നത് 220. അതൊന്ന് ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റയടിക്കായിരിക്കും മാർക്കറ്റ്. ഓക്കെ, 592 രാവിലത്തേക്ക് ചായ കുടിക്കാനുള്ള ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഡോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. പക്ഷെ അത് കുറച്ചും കൂടെ മുകളിലോട്ട് പോകാനുണ്ട് നിലവിൽ നോക്കുമ്പോഴത്തേക്ക്. അത് അടുത്ത ബ്രേക്കൗട്ടിലാണ് ആ ഒരു മൂവ്മെൻറ്റ് വരത്തുള്ളൂ. അപ്പോൾ SMA 2 തവണ സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് ഇവിടെ വൈറ്റ് ഡോട്ടിൽ ഇടിച്ചപ്പോൾ 500 രൂപയെങ്കിൽ 500 രൂപ എന്ന് ഉദ്ദേശിച്ച് നമ്മളത് ഇറങ്ങിയത്. ഇപ്പോൾ RSIയുടെ പി കറങ്ങിത്തിരിഞ്ഞ് വന്നാൽ വീണ്ടും മാർക്കറ്റ് 230 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ ഗ്രീഡി ആവുക കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ 1000 രൂപ ഡെയിലി കിട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യത്തെ 600 രൂപ ബുക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് 400 രൂപ അടുത്തതിൽ നമുക്ക് ബുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇവിടെ 230 അല്ലെങ്കിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ, അതായത് 229.15 ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരേണ്ടതാണ്. പിയിലും RSI ഡൈവർജൻസ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം 235 മേളിലോട്ട് പോവാതെ നമുക്ക്, അല്ലെങ്കിൽ 227 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ 232 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാതെ നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം 217 സി ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അത് ഓൾറെഡി ഒരു അഡ്വാൻറ്റേജ് ആണ്. സെക്കൻഡ് കേസ്
28, 29 ലെവൽ പിയും ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. SMA മുകളിലാണ്. അപ്പം ഇന്നലെ ഇതേപോലെ തന്നെയായിരുന്നു. SMA ഭാഗത്ത് തന്നെയാണ് രാവിലെ മാർക്കറ്റ് നിന്നത്. പിയുടെ SMA വല്ലോടത്തും കിടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ പറഞ്ഞ അതേ ബോട്ട് കെട്ടിയുടെ കാര്യം തന്നെയാണ്. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് നിന്നിട്ടൊക്കെ ഇനിയൊരു മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവത്തുള്ളൂ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരിക്കും കണക്കും പ്രകാരം CE 217 ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ പിയുടെ വോളിയം കയറാനായിട്ട് പോകുന്നുള്ളൂ. പിയുടെ വോളിയം കയറുന്നില്ല. സീനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിയുടെ വോളിയം കയറിയിട്ട് ഇനി ആൾക്കാരൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പിയിലേക്ക് വന്നാലാണ് ഒരു ഒറ്റയടിക്ക് മാർക്കറ്റ് 230, 234 ഭാഗത്തേക്കൊക്കെ പോകത്തുള്ളൂ. സിയുടെ വോളിയം പിയിൽ വരുന്നില്ല. കാരണം ആൾക്കാർ കംപ്ലീറ്റ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സി തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പി ആരും കോൺസെൻട്രേഷൻ ചെയ്യണില്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്ട്രൈക്ക് ആരും മേടിക്കുന്നില്ല. പക്ഷെ ഒരു വോളിയം വന്നു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും വരണം. ആൾക്കാർക്കൊക്കെ തിരിച്ചറിവ് ഉണ്ടാവണം. പിയിൽ മൂവ്മെൻറ്റ് കിട്ടും എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുമ്പോഴത്തേക്കുമാണ് പിയിൽ നല്ല മൂവ്മെൻറ്റ് വരത്തുള്ളൂ. അപ്പോൾ RSIയും പിയിലേക്ക് ഡൈവർജൻസ് ആയിക്കഴിഞ്ഞാൽ 230, 232 മേളിലൊക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് 257 വരെയുള്ള മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഞാനത് വോളിയം കയറാത്തതുകൊണ്ടാണ് ഞാൻ എന്താ പറഞ്ഞത് ഈ ഒരു ഭാഗത്ത് എനിക്ക് എക്സിറ്റ് ആവാനായിട്ട് തോന്നിയതിൻ്റെ റീസൺ. കാരണം 217 ഭാഗത്ത് ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് അടുത്ത താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 210 വരും. 210 വരുമ്പോൾ സ്വാഭാവികമായിട്ടും PE 230 വരെയൊക്കെ പോകണം. എന്തോ സംതിങ് ആർക്കിട്ട് പണി കൊടുക്കണം എന്നാലോചിച്ചിട്ടാണ് മാർക്കറ്റ് ഇരിക്കണേ. അപ്പോൾ ചിലപ്പോൾ ഒരു ഒറ്റയടിക്കായിരിക്കും 232 മാർക്കറ്റ് ടച്ച് ചെയ്യുന്നത്. 215 താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് PE ഫാൾ ആവത്തുള്ളൂ. അത് 207 വരെ വരും. അത് രണ്ട് രീതിയിൽ വരും. അതായത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് PE ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ 207 വന്നിട്ട് അതേപോലെ തന്നെ തിരിച്ച് മുകളിലോട്ട് പോകും. അപ്പോൾ ഏത് സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആണെന്നാണ് മാർക്കറ്റ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിയിൽ നല്ല മൂവ്മെൻറ്റ് 257 വരെ വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പിയിൽ ഉണ്ടാവും. അത് 215 ബ്രേക്ക് ചെയ്ത് 207 വരെ വരും. നമുക്ക് അങ്ങനെ കൂടുതലൊന്നും പ്രെഡിക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. കാരണം 217 CE ടച്ച് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഒരു റിവേഴ്സൽ അവിടെ വരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ധൃതി പിടിച്ചൊന്നും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളില്ല. പിയിൽ ആൾക്കാരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ പിയിൽ ആൾക്കാർ എടുത്തു വെക്കും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് പേടിപ്പിക്കണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻ്റ് ഒക്കെ കാണിച്ചിട്ട് ഒരു ഒറ്റയടിക്ക് താഴത്തോട്ടോ ഒരു ഒറ്റയടിക്ക് 233 പോയി മുട്ടും. RSI തിരിച്ച് പിയിലേക്ക് ഡൈവർജൻസ് ആയി വരുന്നുണ്ട്. രണ്ടാമത്തെ കേസ് നമ്മുടെ ഇൻഡെക്സിൽ നമ്മൾ 23,228 മാർക്കറ്റ് നിൽക്കുന്നത്. ഗ്യാപ്പ് ഫില്ലിങ് ഏകദേശമൊക്കെ കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും 23,204 ഒരു സപ്പോർട്ടും കൂടെ വരാനായിട്ടുണ്ട്. അപ്പോൾ 9.5 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ 9.5 9:35 PE നമ്മളങ്ങനെ ഇമാജിൻ ചെയ്യാണല്ലോ, ഒരു പ്ലാനിങ് അങ്ങനെ ചെയ്യുകയാണ്. 9.5 9:35 മുമ്പോ PE 230 232 ബ്രേക്ക് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. നേരെ മറിച്ച് 215 താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ RSI കർവ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ ഇനി സംഭവിക്കാനുള്ളൂ. ഒന്നെങ്കിൽ 9.5 അല്ലെങ്കിൽ 9:35 9:32 33 232 അല്ലെങ്കിൽ 230 ടച്ച് ചെയ്യും. അതല്ലാത്ത പക്ഷം 9.5 215 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്ത് നേരെ 208 സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ 228 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്, 229 ടച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് 9.5 9:35 ഇടക്ക് മുട്ടുവാണെങ്കിൽ 9.5 9:35 ഇടക്ക് മുട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സിയുടെ ഡെൽറ്റ വാല്യൂ ബലൂണിൻ്റെ എയർ കുത്തിവിട്ട പോലെ തന്നെയാണ് താഴത്തോട്ട് പോകുന്നത്. പക്ഷെ പിയിലേക്ക് വിവരമൊക്കെ വെച്ച് ആൾക്കാർ എടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ 229 230 ബ്രേക്ക് ചെയ്താൽ 33 ആദ്യത്തെ റിജക്ഷൻ. 230 9:29 232. അപ്പോൾ അപ്പുറത്ത് 205 വന്നുകൊണ്ടിരിക്കുന്നത് സിയിൽ.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മാർക്കറ്റ് 235 നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 208 വരെ വന്നിരിക്കണം. 34 ഏകദേശം 30 പോയിൻറ്റിൻ്റെ ഡൗൺ ആണ് സിയിൽ ഉണ്ടായിരിക്കണേ. പക്ഷേ പിയിൽ എത്ര പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്? 21, 10, 31. അത്രയും പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ് പിയിൽ ഉണ്ടായിട്ടുള്ളൂ. RSI ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത്. 205 വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ് സീനെ സംബന്ധിച്ച്. ആ ലെവലും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് അടുത്ത പിയിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് മാർക്കറ്റ് 9:30. നമ്മൾ 9:30നും 9:35 232 ടച്ച് ചെയ്യുമെന്നാണ് നമ്മൾ പിയിൽ പറഞ്ഞത്. അപ്പോൾ താഴത്തുനിന്ന് എടുത്ത് 222 എടുത്ത് ഹോൾഡ് ചെയ്താലും 10 പോയിൻ്റ് ഉണ്ട്. അതൊക്കെ മേലെ ഇനിയൊരു ബ്രേക്കൗട്ട് 235 എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. RSI പിയിലേക്ക് കയറിയിട്ടുണ്ട്. ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയാൽ, അതായത് CE 205 താഴത്തോട്ട് ഫാൾ ആവണം. PE ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ 257 വരെ ചാൻസ് ഉണ്ട്. 257 ഇല്ലെങ്കിലും ആദ്യത്തെ അതിന് മുമ്പുള്ള റിജക്ഷൻ വരുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 252 ആയിരിക്കും. ഇനിയിപ്പോൾ ഈ RSI മേളിൽ പോയി ക്രോസ് ഓവർ ആവാതെ നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ 2 ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 15 പോയിൻറ്റോ 10 പോയിൻറ്റോ കിട്ടുമ്പോൾ ഒരെണ്ണം ലോക്ക് ചെയ്യുക. ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റോ 230 ഭാഗത്തോ കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്യുക. 205 മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. 252 ഈ RSI ക്രോസ് ഓവർ ആകുമ്പോഴുള്ള ഏകദേശം ഒരു കണക്ക്. അപ്പോൾ ഇവിടെ മെജോറിറ്റി പോർഷൻ കൊടുക്കാം, കാരണം 205 വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ്. അടുത്ത ക്യാൻഡിൽ അതും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് മാർക്കറ്റ് 192 ഫാൾ ആവത്തുള്ളൂ. ആ 192 ഫാൾ ആകുമ്പോൾ PE 252 257 ചെല്ലണം. അതാണ് നമ്മളുടെ അടുത്ത വ്യൂ. RSI കറങ്ങി തിരിഞ്ഞു വന്നു. നമ്മൾ സിയിലല്ല കോൺസെൻട്രേഷൻ ചെയ്തത്. ഹയർ ടൈം ഫ്രെയിം സിയിലേക്കാണെങ്കിലും നമ്മൾ പിയിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് ഇൻഡെക്സ് ഏകദേശം ഒരു ടാർഗറ്റിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ 245 നമ്മൾ എൻട്രി എടുത്തത് ഏതാണ്ടൊക്കെ 220 ഭാഗത്താണ്. ഇപ്പോൾ 27 പോയിൻ്റ് ഓൾറെഡി മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ റിജക്ഷൻ എന്തായാലും 252 ആണ്. അതൊക്കെ മേലെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് 257 പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ആവറേജിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഡയറക്ഷണൽ ട്രേഡാണ് ചെയ്തിരിക്കുന്നത്. ധൈര്യമായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്തൊരു ട്രേഡാണ്, അത്ര ഉറപ്പിച്ച് ഹോൾഡ് ചെയ്ത ട്രേഡാണ്. അപ്പോൾ എനിക്ക് സെക്കൻഡ് സ്ക്രീനിൽ ഈ പറഞ്ഞ പോലെ ഇന്നലെ സെക്കൻഡ് സ്ക്രീനിൽ ഞാൻ കാണിച്ചു, നമുക്ക് ആവശ്യമുള്ളത് സെക്കൻഡ് സ്ക്രീനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ടാർഗറ്റിലേക്ക് ഇപ്പോൾ ഒരു SMAയിൽ മാർക്കറ്റ് റിജക്ഷൻ എടുക്കാനായിട്ട് ഇൻഡെക്സിൻ്റെ ടൈം ഫ്രെയിമിലാട്ടോ ഞാൻ നോക്കി പറയണേ. അത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പുറത്തും കമ്പയർ ചെയ്ത് പറയുന്നത്. SMAയിൽ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ പോയി ചെറിയൊരു റിജക്ഷൻ വന്നിരിക്കുന്നത്. SMAയിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പഠിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റിജക്ഷൻ വന്നത് എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് വേറെ ചാർട്ടിൽ നമുക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ട് റിജക്ഷൻ വന്നു. മാർക്കറ്റ് ഇവിടെ SMAയിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അത് റെസ്പെക്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് ഒന്നും കൂടെ ആ ഏരിയ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 23,167 വന്നേക്കണേ. അപ്പോൾ അവിടെ ആദ്യത്തെ ഒരു റെസ്പെക്റ്റ് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 23,167 ഫാൾ ആവും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടാർഗറ്റായിട്ടുള്ള 252. ഇനി RSI ഇത് മേളിൽ പോയി അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവർ വരുന്നവരെ മാർക്കറ്റ് പിയിലാണ്. അതേ നമുക്ക് പറയാനായിട്ടുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. $249. ഇപ്പോൾ നമ്മൾ എൻട്രി എടുത്ത് ഹോൾഡ് ചെയ്ത് 19 പോയിൻ്റ് ഓൾറെഡി മൂവ് ആയിട്ടുണ്ട്. അപ്പോൾ 21 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 1,500 രൂപയാണ്. 20 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 1,500 രൂപയാണ്. അപ്പോൾ ആദ്യത്തെ റിജക്ഷൻ എന്തായാലും 252 ആവാനായിട്ടുള്ള ചാൻസസ് ആണ് നിലവിൽ നമ്മൾ കാണുന്നത്. 252 കേട്ടോ. ആദ്യത്തെ റിജക്ഷൻ പോയിൻ്റ് 252. 252 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ 257 മാർക്കറ്റ് നമ്മുടെ എന്തായാലും പോകത്തുള്ളൂ. 249, 3 പോയിൻ്റ് കൂടെ ഉണ്ട്, 52. അപ്പോൾ 52 എന്നുള്ളത് മനസ്സിൽ വെക്കുക. ഞാൻ ആ ബ്ലൂ ലൈൻ കട്ട് ചെയ്ത് മാറ്റട്ടെ. കാരണം നമ്മളൊരു ബ്ലൂ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പോയി മാർക്കറ്റ് റിജക്ഷൻ ആവാനായിട്ടുള്ള
ചാൻസസ് ഉണ്ട്. ഇരുന്നൂറ്റി 51, 52 ആദ്യത്തെ ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 5 പോയിന്റ് ബഫർ സോൺ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ചെറിയൊരു റിജക്ഷൻ മേ ബി വന്നേക്കാം. വോളിയം നല്ല പോലെ ഉണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ അതിനും മേലോട്ടൊരു മൂവ്മെൻറ്റ് പോയാൽ മാത്രമാണ് മാർക്കറ്റ് 257 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. 257, 52, 5 പോയിന്റിൻ്റെ വ്യത്യാസം. പോകാതിരിക്കില്ല. പക്ഷെ അതിനു മുമ്പ് ഒരു ഹിഡൻ റെസിസ്റ്റൻസ് കണ്ടപ്പോൾ നമുക്കത് പറയണമെന്ന് തോന്നി, അത്രമാത്രമേ ഉള്ളൂ. 252 ചെറിയൊരു റിജക്ഷൻ വരുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു ട്രേഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. ഒരു 1.5 മാസം മുമ്പ് ഇങ്ങനെ ഒരു 5 പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ. അപ്പം അന്നത്തെ ഓർമ്മയിലാണ് ഞാനിന്ന് 5 പോയിന്റ് അവിടെ ബഫർ ഇട്ടത്. 252 ഫസ്റ്റ് ടാർഗറ്റാണെന്ന് പറഞ്ഞതിൻ്റെ റീസൺ, മുമ്പ് ഇങ്ങനത്തെ ഒരു പണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടുമോ കിട്ടാതിരിക്കോ, പോകാതിരിക്കോ സെക്കൻഡറിയാണ്. പക്ഷെ അന്നത്തെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ, അന്ന് ഇങ്ങനെ ആയിരുന്നു. ഇങ്ങനെ അതിൻ്റെ ഒരു 5 പോയിന്റ് താഴെ വെച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് ആ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് വീണ്ടും പോയത്. അതുകൊണ്ടാണ് ഫസ്റ്റ് റിജക്ഷൻ പോയിന്റ് 252. പ്രൈസ് ആക്ഷൻ പഠിച്ച വ്യക്തിക്കോ അല്ലെങ്കിൽ സ്മാർട്ട് മണി കൺസെപ്റ്റോ അല്ലെങ്കിൽ 50,000 രൂപ കൊടുത്തിട്ട് പഠിച്ച കോഴ്സിലോ ഇങ്ങനെ ഒരു നോർമൽ റിജക്ഷൻ ആർക്കും കാണാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ട് അത് മനസ്സിലാക്കി. അവിടെ റിജക്ഷനാണ്, അത് മേ ബി ബ്രേക്ക് ചെയ്ത് പോയേക്കാം. നിലവിലുള്ള 250, 52 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് 257 പോകത്തുള്ളൂ. അപ്പം ഇവിടെ കൺസോൾട്ടേഷൻ ആയിരിക്കും. നമുക്ക് സമയമുണ്ട്. 257 പോകാനുള്ള ചാൻസസും ഉണ്ട്. അവിടെ നിന്ന് 265 പോകാനുള്ള സമയവും നമുക്കുണ്ട്. കാരണം ഓൾറെഡി RSI 50%-ലാണ് നിൽക്കുന്നത്. ഇനി 50% യാത്ര ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു 2-3 ക്യാൻഡിലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മേ ബി ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവണം. എന്തായാലും നമ്മൾ RSI ക്രോസ് ഓവർ ആവുന്നത് വരെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യും. പോവുകയാണെങ്കിൽ 257 പോട്ടെ. ഇല്ലെങ്കിൽ 5 പോയിന്റിൻ്റെ കേസിൽ 10-30 പോയിന്റ് കിട്ടിയത് വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ 252 ആദ്യത്തെ റിജക്ഷൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു 5 ലോട്ടാണ് എടുക്കണേ. 252 മെജോറിറ്റി പോർഷൻ കൊടുക്കാം. ബാക്കിയുള്ളത് സമയമുണ്ട്, പോകില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. RSI ഇനിയും സ്പേസ് ഉണ്ട് പോകാനായിട്ട്. അപ്പോൾ പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിയാലാണ് നെക്സ്റ്റ് ക്യാൻഡിൽ 257 ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. റിജക്ഷൻ നമുക്കവിടെ ഉണ്ട്. അവിടെ നിന്ന് റിജക്ഷൻ ആവാം. നമ്മളവിടെ മാക്സിമം ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. RSI ഇനിയും 50% മൂവ് ചെയ്യാനായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് റെഡും ഗ്രീനൊക്കെ മാറി 4-5 ക്യാൻഡിലൊക്കെ വരാം. അതിനുശേഷമായിരിക്കും മാർക്കറ്റ് 257 മാർക്കറ്റ് മൂവ് ചെയ്യണത്. 255, 256, 257. ഇനിയുള്ളത് 265 ആണ്. അതായത് ഇവിടുത്തെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. 192 ആണ് അടുത്ത കൺസോൾട്ടേഷൻ ബേസ് ഓൺ. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി പോയ 265. അപ്പോൾ മെജോറിറ്റി പോർഷൻ ഇവിടെ കൊടുക്കുക. ബാക്കിയുള്ളത് ഒരു 250 താഴെ എവിടെയെങ്കിലും വെച്ചിട്ട് ബാക്കിയുള്ള ലോട്ട് ഹോൾഡ് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ മൂവ് ചെയ്യാനായിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മളുടെ സ്ട്രൈക്ക് 23,166 വരെ ഒരു സ്പേസ് നിൽപ്പുണ്ട് മുട്ടാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 1-2 സ്ക്രീനല്ല, 6 സ്ക്രീൻ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. 261 ഏകദേശം ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ലെവലിൽ അവിടെ ആയിട്ടുണ്ട്. 262 ആയിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് മാർക്കറ്റ് മൂവ് ചെയ്തതെന്ന് നോക്കണം. 224 വേണ്ട, 230 നിന്നാണെങ്കിലും 30 പോയിൻ്റാണ് മാർക്കറ്റിൽ ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന മൂവ്മെൻറ്റ്. ഇവിടുത്തെ ബേസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത് പറഞ്ഞത്. ഇനിയും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കാണണം. ഈ പറഞ്ഞ വ്യൂ എങ്ങനെ നമ്മൾ മനസ്സിലാക്കി എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ അടുത്ത് തെളിവുകളുണ്ട്. പക്ഷെ അത് ഇത്ര സ്ക്രീനിൽ കയറില്ല. അല്ലെങ്കിൽ ഞാനത് കുറച്ചും കൂടെ കാണിച്ചു തന്നേനെ. നോക്കിയേ, ഇത് എൻ്റെ 3 സ്ക്രീനിൻ്റെ ഇതാണ്. അതിലൊരെണ്ണം 30 മിനിറ്റാണ് ഏറ്റവും മുകളിൽ കിടക്കണേ. അത് 23,179 ഇട്ട് വന്നു. ഇത് താഴത്തുള്ളത് 30 മിനിറ്റ്, അത് 23,177 വന്നു. അങ്ങനെ
ഒത്തിരി വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് നമുക്കിങ്ങനെ അറിയാനായിട്ട് പറ്റുന്നത്. ഞാനത് ഒന്നും കൂടെ നിങ്ങളെ കാണിക്കാം. എന്തായാലും ടാർഗറ്റൊക്കെ ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രേഡൊക്കെ ഏറെക്കുറെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. 28 മിനിറ്റ് നോക്കിയേ. 15 മിനിറ്റ്സിൽ നമ്മൾ ഈ ബോക്സിന്, അതായത് പ്രീവിയസ് ഡേ ഹൈ ബോക്സിന് മുകളിലോട്ട് പോയാൽ മാത്രമാണ് സി നോക്കുകയുള്ളൂ. ആ ബോക്സിന് താഴത്തോട്ടാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഗ്യാപ്പ് ഫില്ലിങ്, അതായത് ആദ്യത്തെ ലെവല് ഈ ഒരു വൈറ്റ് ലൈൻ, സെക്കൻഡ് ലെവൽ ഈ ഒരു ഗ്രീൻ ലൈൻ ബേസ് ചെയ്തിട്ട് 23,177 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് 30 മിനിറ്റിൽ എന്താ അവസ്ഥ? ക്രോസ് ഓവർ വന്ന് SMA സപ്പോർട്ട് എടുത്തു, 23,177 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. 1 അവറിലോ RSI അപ്പറിലേക്കാണ് നിൽക്കണമെങ്കിലും SMA എന്നാണ് റിജക്ഷൻ ആയിരിക്കണേ, 23,177. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തതിൻ്റെ റീസൺ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് മുമ്പോട്ട് പോകും. ഇവിടെ ഒരിക്കലും ഞാൻ എടുക്കാനോ വിൽക്കാനോ അല്ല പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ്, അല്ലെങ്കിൽ ഒരു നമുക്ക് കൂട്ടായിട്ട് ചെയ്യുമ്പോഴുള്ളൊരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി, പല പല ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, അതൊക്കെയാണ് നമ്മൾ ഈ ലൈവ് റൂമിൽ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.